കൂട്ടുകാരെ ഇഷ്ടം മാത്രം പുത്തൻ പ്രൊമോയിൽ നമ്മുടെ ഇഷിതയും നമ്മുടെ ചിപ്പിമോൾക്ക് വേണ്ടി പൊരുത്താൻ ഇങ്ങനെ ശ്രമിക്കുകയാണ് ചിപ്പിമോളെ. അങ്ങനെ ആ ചിപ്പിമോളുടെ ഇഷ്ടത്തില് നമ്മുടെ ഡാഡിക്കൊപ്പം നിർത്താൻ നമ്മുടെ ഇഷിതയും ശ്രമം തുടരുവാണ്. അപ്പൊ നമ്മുടെ അനിയത്തി പറയുന്നുണ്ട്, നീ ഇപ്പോഴും ആ ഒരു എന്താ പറയാ തൊട്ടിക്കിണറ്റിൽ കിടക്കുക, മഹേഷിന്റെ മോൾ എന്ന് വെച്ചാൽ മാത്രമേ നിനക്കേ ഉള്ളൂ, നീ എന്ത് ഇങ്ങനെ ആയി എന്നൊക്കെ ചോദിച്ച് നമ്മുടെ ഇഷിതയോട് ആ ഒരു സിസ്റ്റർ വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ മഹേഷും കട്ടകലിപ്പാണ്, വക്കീലിനോട് പറയുന്നുണ്ട്, എനിക്ക് 10 ദിവസത്തിനുള്ളിൽ എന്റെ മകൾ ഇവിടെ കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ ഞാൻ ജീവിക്കില്ല എന്നൊക്കെ പറഞ്ഞ നമ്മുടെ മഹേഷും ആകെപ്പാട് സങ്കടത്തിലാണ്. മഹേഷിന്റെ അമ്മയും പറയുന്നുണ്ട്, അവളെ ഒരിക്കലും മോളെ വിട്ടുകൊടുക്കരുത്, മോൾക്ക് ഒരിക്കലും അവളുടെ ഇവിടെ ജീവിക്കാൻ സാധിക്കില്ല, അവൾക്ക് ഒരിക്കലും സന്തോഷം ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മഹേഷിന്റെ അമ്മയും കുറെ കരയുന്നുണ്ട് കേട്ടോ. അവസാനം നമ്മുടെ മഹേഷ് ഉണ്ടല്ലോ ആരുടെയൊക്കെയോ കാല് പിടിക്കുന്ന ഒരു രംഗമാട്ടോ കാണാൻ സാധിക്കുന്നത്. ഇനി അത് അശോകിന്റെ കാലാകുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ. ഇപ്പുറത്താണെങ്കിൽ നമ്മുടെ അമ്മ ലാസ്റ്റ് നമ്മുടെ മഹേഷിനെ പറഞ്ഞിങ്ങനെ എന്താ പറയുക സമാധാനിപ്പിക്കുന്നുണ്ട്, നിന്റെ ജീവിതത്തിലേക്ക് ഒരു യശോദ കടന്നു വരോടോ, ഉറപ്പാണ്, അന്നത്തോടെ നിന്റെ ജീവിതം മാറി മറിയും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ പിന്നാലെ നമ്മുടെ എന്താ പറയാ നമ്മുടെ ഇഷിതയും നമ്മുടെ മഹേഷും തമ്മിൽ ഇങ്ങനെ മാലയിട്ട് ആ ഒരു കല്യാണത്തിന്റെ രംഗമാട്ടോ നമ്മളെ കാണിക്കുന്നത് പ്രൊമോയില്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കി കാണാട്ടോ. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.